ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്നോ, ഈ പോസ്റ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് ഫേഷ്യൽ ചെയ്യുന്നവരാണ് എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പോസ്റ്റാണ് കേട്ടോ. മിക്കവാറും എല്ലാവരും വീട്ടിലാണെങ്കിലും അതെ, അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യുന്നവരുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്നവരുണ്ട്. പിന്നെ എല്ലാ മാസവും സ്ഥിരമായിട്ട് ഫേഷ്യൽ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഫേഷ്യൽ കഴിഞ്ഞിട്ട് എങ്ങനെ നമ്മുടെ മുഖചർമ്മം സംരക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒത്തിരി പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഫേഷ്യൽ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നുണ്ട്, സ്റ്റീം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ സ്ക്രബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മുഖം മൊത്തത്തിൽ നമ്മുടെ സ്കിൻ അങ്ങ് സോഫ്റ്റ് ആവും, അതുപോലെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവും. ഈ ഒരു ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ പുറകെ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ ഫേഷ്യൽ ചെയ്തതിൻ്റെ ഗുണം കിട്ടില്ല. മിക്കവാറും ആൾക്കാർ വന്ന് പറയും, അയ്യോ ഫേഷ്യൽ ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ കറുത്തു പോയി എന്നൊക്കെ ഒത്തിരി പേര് കംപ്ലൈൻറ്റ് കൊണ്ട് വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഫേഷ്യൽ കഴിഞ്ഞ ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഫേഷ്യൽ ചെയ്ത് നേരെ അങ്ങ് വെയിലത്തോട്ട് ഇറങ്ങരുത്. അതേ മിക്കവാറും എല്ലാ ബ്യൂട്ടീഷ്യന്മാരും പറയണതാണ്, നേരെ അങ്ങ് വെയിലത്തോട്ട് ഇറങ്ങരുതെന്ന്. കാരണം നമ്മൾ പിന്നെ മുഖം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര സെൻസിറ്റീവായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വെയിലത്തോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ സൺലൈറ്റ് അടിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മുഖം കറക്കും കേട്ടോ, കളറ് പോവും. അതുപോലെ തന്നെ നമ്മൾ വിയർത്ത് മാലിന്യങ്ങളൊക്കെ അടിഞ്ഞുകൂടി വെയിലത്ത് കിടക്കുമ്പോൾ എന്തായാലും നമ്മൾ വിയർക്കുമല്ലോ. അപ്പോൾ ഈ പോർട്സൊക്കെ തുറന്നിരിക്കുകയാണ്. നമ്മുടെ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സുഷിരങ്ങളെല്ലാം തുറന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരിട്ട് അങ്ങോട്ട് ഓടി വെയിലത്തോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സുഷിരങ്ങളിൽ അഴുക്കടിയുന്നതിനും വെയിലേറ്റ് മുഖം കരുവാളിക്കുന്നതിനും എല്ലാം കാരണമാവും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരു കാരണവശാലും ഫേഷ്യൽ കഴിഞ്ഞ് വെയിലത്തോട്ട് അങ്ങോട്ട് ഇറങ്ങരുത്. അതാണ് ആദ്യം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ഫേഷ്യൽ കഴിഞ്ഞ് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 30 SPF ഒക്കെ പിന്നെ സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാട്ടോ. ഇപ്പം നിങ്ങൾ അധികം ഇപ്പോൾ എല്ലാവർക്കും പറ്റില്ലല്ലോ, വൈകിട്ട് വന്ന് ഫേഷ്യൽ ചെയ്യാൻ പറ്റില്ല, ഇനി വെയിലില്ലാത്തപ്പോൾ വന്ന് ഫേഷ്യൽ ചെയ്യണം, ഇതൊന്നും നടക്കണ കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊരു പിന്നെ ആദ്യം തന്നെ മുഖം ഫേഷ്യലൊക്കെ കഴിയുമ്പോൾ മുഖം ഒന്ന് ഐസ് വെച്ച് ഒന്ന് മസാജ് ചെയ്യുക. ഐസ് വെച്ച് മസാജ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുറന്നിരിക്കുന്ന പോഴ്സൊക്കെ സ്ട്രിങ്കാവും, ചുരുങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മസാജ് ചെയ്ത് ഈ പോഴ്സൊക്കെ ഷ്രിങ്കായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സൺസ്ക്രീൻ മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ട് വെയിലത്തോട്ട് ഇറങ്ങാൻ അത്യാവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ വേറെ ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്നാലും നമുക്ക് ഈ ഐസ് ക്യൂബ് മസാജ് ചെയ്യാം. ഐസ് ക്യൂബ് മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡയറക്റ്റ് വെക്കണ്ട കേട്ടോ. നമ്മളൊരു പിന്നെ ടവലിൽ പൊതിഞ്ഞിട്ട് ഒന്ന് മുഖത്തൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ ആ സുഷിരങ്ങൾ അടയുന്നതിന് നല്ലതാണ്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും നല്ലതാണ്. അപ്പോൾ അതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ ഉള്ളത് മേക്കപ്പ് ഇടലാണ്. ചിലർ പിന്നെ ഫേഷ്യൽ കഴിഞ്ഞാൽ ഇന്നൊരു ഫംഗ്ഷൻ ആണെങ്കിൽ രാവിലെ വന്ന് ഫേഷ്യൽ ചെയ്തിട്ട് വൈകിട്ട് മേക്കപ്പൊക്കെ ഇട്ട് ഫംഗ്ഷന് പോകുന്ന ഒരു രീതിയുണ്ട്. അത് മാറ്റണം കേട്ടോ. ഒരു 2 ദിവസമെങ്കിലും നമ്മൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ഇടാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് തന്നെയാണ്, ഈ പോർട്സൊക്കെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ പോർട്സിൻ്റെ അകത്തേക്ക് മാലിന്യങ്ങളും അതുപോലെ അഴുക്കും പൊടിയൊക്കെ കയറി നമുക്ക് മുഖക്കുരു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്കിന്നിൻ്റെ തിളക്കം നഷ്ടപ്പെടും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഉടനെ മേക്കപ്പ് ഇട്ടാൽ വരും. അതുകൊണ്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് മേക്കപ്പ് ഇട്ടാൽ മതി. അതാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് പിറ്റേന്ന് തന്നെ ഓടിപ്പോയി ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യണ്ട. അപ്പോഴും നമ്മൾ വിയർക്കുകയും നമ്മുടെ സുഷിരങ്ങൾ തുറക്കുകയും അഴുക്ക് കയറുകയും അതുഫലമായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ കളർ പോവുകയും അതുപോലെ തന്നെ മുഖക്കുരു അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവും. അതുകൊണ്ട് ഉടനെ വ്യായാമം ചെയ്യരുത്, 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആ ഫേഷ്യൽ ചെയ്ത ഉടനെ ആവശ്യമില്ലാതെ മുഖത്ത് ടച്ച് ചെയ്യരുതേ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
നിങ്ങൾ ക്ലെൻസ് ചെയ്യണം. അടുത്ത ദിവസമൊക്കെ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ മുഖത്ത് ആവശ്യമില്ലാതെ തൊട്ട് കഴിയുമ്പോൾ ഈ ബാക്ടീരിയ, കയ്യിലൊക്കെ ഉള്ള ബാക്ടീരിയ നമ്മുടെ സുഷിരങ്ങളിലൊക്കെ കയറുന്നതിനും അതും നമ്മുടെ കളർ നഷ്ടപ്പെടുന്നതിനും മുഖക്കുരു വരുന്നതിനും എല്ലാത്തിനും അതും കാരണമാവേ. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ അധികമായിട്ട് മുഖത്ത് ടച്ച് ചെയ്യണ്ട കേട്ടോ. ഇപ്പോൾ കൈ വിരൽ വെച്ച് ടച്ച് ചെയ്യണ്ട. അതാണ് അടുത്തതായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ഉള്ള അടുത്ത കാര്യം സ്ക്രബ്. ചിലവരുണ്ട് ഫേഷ്യലൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ തന്നെ വീട്ടിൽ സ്ക്രബൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യണ്ട. കാരണം ഇപ്പോൾ ഒരു ഫേഷ്യൽ കഴിഞ്ഞ് ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞാലാണ് നമുക്കൊരു ഡെഡ് സ്കിന്നായി വരുള്ളൂ. നമ്മളത്രയും പ്രോസസ്സ് ചെയ്ത് ഡീപ്പായിട്ടുള്ളൊരു ക്ലെൻസിങ്ങും കൂടെയാണ് ഫേഷ്യൽ ചെയ്യുമ്പോൾ നടക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു 1.5 അല്ലെങ്കിൽ 2 ആഴ്ച കഴിയാണ്ട് നിങ്ങൾ വീണ്ടും സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് സ്ക്രബ് ചെയ്തേക്കാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ. നമ്മൾ വെളുക്കാനല്ല സ്ക്രബ് ചെയ്യണേ, അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം. നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് ഡെഡ് സ്കിൻ പോകുന്നതിനാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ ഡെഡ് സ്കിൻ പോയി പുതിയ സ്കിൻ വരുമ്പോഴുള്ള ഒരു തിളക്കമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫേഷ്യൽ കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ടച്ച് ചെയ്യരുത്, സ്ക്രബ് ചെയ്യരുത്. പിന്നെ അടുത്തതുണ്ട്, ധാരാളം വെള്ളം കുടിക്കണം. കാരണം ഈ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ജലാംശം നഷ്ടപ്പെടും, സ്കിന്ന് അങ്ങ് ഡ്രൈ ആവും അല്ലേ. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുകയും വേണം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയും വേണം. അത് മസ്റ്റാണ്. വീട്ടിൽ വന്ന് ധാരാളം വെള്ളം കുടിക്കുക. ഡ്രൈ ആയിട്ടിരിക്കാൻ തോന്നുകയാണെങ്കിൽ അയ്യോ ഫേഷ്യൽ ചെയ്തല്ലേ ഇനി മോയ്സ്ചറൈസർ ഇട്ടാൽ ശരിയാവുമോ എന്നൊന്നും ചിന്തിക്കേണ്ട. ലൈറ്റായിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് സ്കിന്നിൻ്റെ ആ ജലാംശം നഷ്ടപ്പെടാതെ സ്കിന്ന് ഡ്രൈ ആകാതിരിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് നമ്മൾ വെള്ളം കുടിക്കുന്നതും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതും. ഫേഷ്യൽ ചെയ്താൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഒന്നും കൂടെ പറയാം. അതായത് നേരെ നമ്മൾ പിന്നെ പോർട്സൊക്കെ തുറന്നിരിക്കുന്നതുകൊണ്ട് പോർട്സ് സ്ട്രിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ ഐസ് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കണം. ഉടനെ മേക്കപ്പ് ചെയ്യരുത്, 2 ദിവസത്തേക്ക് വ്യായാമം ചെയ്യരുത്. പിന്നെ സൺലൈറ്റ് കഴിഞ്ഞ ഉടനെ സൺലൈറ്റിലോട്ട് സൂര്യപ്രകാശം തട്ടത്തക്കവണ്ണം നമ്മൾ ഇറങ്ങരുത്. പിന്നെ എപ്പോഴും മുഖത്ത് ടച്ച് ചെയ്യരുത്. പിന്നെ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം, കാരണം ഡ്രൈ ആവാതിരിക്കാൻ. ധാരാളം വെള്ളം കുടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ സ്കിന്നിൻ്റെ ആ തിളക്കം നമുക്ക് 1-1.5 മാസത്തോളം നമുക്ക് നിലനിർത്താൻ പറ്റും. മേക്കപ്പ് തീർത്തും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.